വീക്കെൻഡ് ആകാൻ നോക്കിയിരിക്കും പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ശരിക്കും ഈ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോയി ഇങ്ങനെ കറങ്ങുക, അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡാണ്. എനിക്ക് കുറച്ച് നാളായിട്ടുള്ളൊരു ശീലമാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തിങ്ങനെ പോകുക എന്നുള്ളത്. ചൂട് കാലത്ത് നമ്മൾ അധികം ഇങ്ങനെ പോകാറില്ല. പക്ഷേ തണുപ്പ് കാലമാണ്, പനി വരും, അല്ലെ കൊച്ചിന് കാറ്റടിക്ക്, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കവർ ചെയ്തിട്ടൊക്കെ പുറത്ത് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ബെഹറിൽ വന്നിട്ട് ആദ്യം വന്നതും ഒരുപാട് വന്നതുമായിട്ടുള്ളൊരു സ്ഥലമാണ് ബെഹറിൻമേ എന്ന് പറയുന്നത്. ഏട്ടൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ എടുക്കാൻ പറ്റുമായിരുന്നു. ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കുറേ അധികം സ്പേസുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കുറേ മാറിയിട്ടുണ്ട്. ഈ ഒരു പാർക്ക്, ഈ ഒരു ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാട് അറബികൾ വരുന്നതുകൊണ്ട് കുറേ ഗെയിംസ് വന്നിട്ടുണ്ട്. അവിടെ 1 മണിക്കൂറൊക്കെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ പതിയെ ധന മാളിലെ ലുലു ഭാഗത്തേക്ക് വന്നിട്ടോ. ലുലുവിലോട്ടല്ല ഞങ്ങൾ ആദ്യം പോകുന്നത്, നമ്മൾ ശരവണ ഭവൻ ലക്ഷ്യമാക്കിയാണ് വന്നത്. ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് വരുന്നത്. നമുക്കൊന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ഭയങ്കര ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ എണ്ണം അനുസരിച്ചിട്ട് ടേബിൾ ഒഴിയുന്നതനുസരിച്ചാണ് വിളിക്കുന്നത്. നമുക്ക് 3 സീറ്റിൻ്റെ ആയതുകൊണ്ട് അത് ഒഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ മെനു ഒക്കെ ചുമ്മാ ഓടിച്ച് നോക്കുന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു മസാല ദോശ. നാട്ടിൽ നിന്ന് കഴിച്ച ശേഷം ഇവിടെ വന്നിട്ട് എനിക്ക് ആ ഒരു ഫീലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശരവണ ഭവനിൽ വന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ കിട്ടി കേട്ടോ. ഞങ്ങൾ 2 പേരും ദോശയും മോനും പൂരി ഓർഡർ ചെയ്തു. പിന്നെ ഉഴുന്നുവടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്കൊരു ഫ്രൈഡ് റൈസ് കൂടെ ഒക്കെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്കത് പറ്റിയില്ല കേട്ടോ. കാരണം വയറ് നല്ല ഫില്ലായി. പിന്നെ ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു കോഫിയും കൊച്ചിന് ചോക്ലേറ്റ് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ. തണുപ്പാണെങ്കിലും ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. പനിയും കാര്യങ്ങളൊന്നും വരില്ല. ഇത് കഴിച്ചിറങ്ങിയ ശേഷം നമ്മളിങ്ങനെ ഈ പിള്ളേരുടെ ഈ ഗെയിംസും കാര്യങ്ങളും നടക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 10:30-10:45 ആയിട്ടുണ്ടായിരുന്നു. സോ എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 സ്ഥലത്ത് കയറി നോക്കി, 2ഉം ക്ലോസ് ആയി. പിന്നെ കിഡ്സ് കിണ്ടത്തി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ പതിയെ ലുലു മാളിൻ്റെ സൈഡിലോട്ട് വന്നു. അവിടെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. മോന് ഉള്ള ബാഗിൽ ചെറുതായിരുന്നു. അവന് പുസ്തകങ്ങളൊന്നും അതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു. അതിലിങ്ങനെ വളഞ്ഞ് കുത്തിയിരിക്കുന്നുണ്ടെന്ന് ബാഗ് മാറിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചാലും വലിയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിരുന്നു സ്കൂളിൽ നിന്നുള്ളത്. അപ്പോൾ അത് വാങ്ങി, കുറച്ച് എന്തോ സ്റ്റിക്കർ, പിന്നെ ഈ ഒരു ബുക്ക് ഇപ്പോഴാണ് കേട്ടോ ഒരാൾ വായിക്കാൻ മേടിക്കുന്നത്. അതും വാങ്ങിച്ച് ഞാൻ പച്ചക്കറി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ്. അത്യാവശ്യം ഞാൻ എല്ലാം ഞെക്കി ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് പച്ചക്കറികൾ എടുക്കാറ്. കാരണം എന്തെങ്കിലും പോയതുണ്ടോയെന്നൊക്കെ. പക്ഷേ എല്ലാം ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അവർ പുതിയതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പഴയത് രാവിലെ തൊട്ട് കിടക്കുന്നത് തന്നെയാണ്. അത്യാവശ്യം അത്ര ഫ്രഷ് ഒന്നും അല്ലായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങ വാങ്ങി, കുറച്ച് തേങ്ങ എടുത്തു. പിന്നെ നമ്മൾ ആ വാങ്ങിയ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ടാറ്റാ ബൈ.